ഈ കൈകളില്ലേ, ഈ കൈകൾ ശുദ്ധമാണ്. ഒരാളുടെ മുമ്പിലും മുട്ടുമടക്കേണ്ടി വരില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. സാക്ഷാൽ പിണറായി വിജയൻ ഇങ്ങനെ മൈക്കിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കമ്മ്യൂണിസത്തിന്റെ ത്വരയില്ലേ, ഈ ഞരമ്പുകൾക്കിടയിൽ നിന്ന്, രോമങ്ങൾക്കിടയിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരും. എന്താ പവർ ആ പ്രസംഗത്തിന്റെ. മിസ്റ്റർ മുഖ്യമന്ത്രി, ഈ നാട്ടിൽ നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ വലത് കൈയില്ലേ, വലത് കൈ, ആ വലത് കൈയായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന പി ശശി എന്ന് പറയുന്ന നിങ്ങളുടെ PS ഇല്ലേ, ആ PS കഴിഞ്ഞ ദിവസം ബിന്ദു എന്ന് പറയുന്ന ദളിത് യുവതിയോട് ഒരു മറുപടി പറഞ്ഞു ഒരു ചോദ്യത്തിന്. ആ ചോദ്യം എന്തായിരുന്നു എന്നറിയോ? സാർ, എന്നെ പോലീസ് സ്റ്റേഷനിലിട്ട് വലിയ രീതിയിൽ മാനസികമായി പീഡിപ്പിക്കുന്നു, ബാത്റൂമിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറയുന്നു, മാല കിട്ടി എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും ഇനി മേലാൽ ഇവിടെ കണ്ടുപോകരുത് നിന്നെ എന്ന് പറഞ്ഞ് ആക്രോശിച്ചിറക്കി വിടുന്നു. ആ CPO ഉദ്യോഗസ്ഥന്റെ പേര് പോലും ബിന്ദു ഇങ്ങനെ പറയുന്നു. കേസ് കിട്ടിയാൽ, ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പരാതി വന്നാൽ പോലീസ് അന്വേഷിക്കണ്ടേ? വിളിച്ചു വരുത്തിയെന്നല്ലേ ഉള്ളൂ. പി ശശി പറയാ, വിളിച്ചു വരുത്തിയെന്നല്ലേ ഉള്ളൂ. അല്ലാതെ പോലീസ് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ധാർഷ്ട്യം, ബിന്ദുവിന് മേൽ എന്തുമാകാമെന്ന തോന്നൽ. ഇങ്ങനെയാണ് ഈ സാമൂഹിക ക്രമം ഉണ്ടാകേണ്ടത് എന്ന ദൃഢമായ വിശ്വാസം. പിണറായി, ഈ കൈകളിൽ നിങ്ങളുടെ ഈ കൈ ശുദ്ധമല്ല. ചങ്കൂറ്റത്തോടെ ഈ നാടിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണമായിരുന്നു, തെറ്റ് എൻ്റെ വലത് കൈയായി ഞാൻ കൊണ്ടുപോകുന്ന പി ശശി എന്ന് പറയുന്ന എൻ്റെ സെക്രട്ടറി ആ ദളിത് യുവതിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ വിശദീകരണം ഞാൻ തേടുമെന്ന് പറയാനുള്ള ആവതുണ്ടല്ലോ. അതില്ലാത്തപ്പോൾ വലിയ രീതിയിലുള്ള ഒച്ചപ്പാടും പോലൊന്നും വേണ്ട അത്. കാരണം ഈ ലോകത്ത് പച്ചരി തിന്നുന്നവർക്ക് അറിയാൻ പറ്റും ശുദ്ധമല്ല നിങ്ങളുടെ കൈയെന്ന്. ഇവിടത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം മുഴുവൻ കറുപ്പിനെതിരെ, ദളിതർക്കെതിരെ, സാമ്പത്തിക പിന്നോക്കാവസ്ഥക്കെതിരെ ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ചില ആളുകൾ അങ്ങനെ നിന്നാൽ മതി, ചില ആളുകൾ അത്തരത്തിൽ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചമർത്തുമ്പോഴാണ് ബിന്ദു നിരപരാധിയാണെന്ന് പെട്ടെന്ന് തെളിയിക്കപ്പെടുന്നത്. വോയിസ് ഓഫ് വോയിസ്ലെസ്, ശബ്ദമില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ശബ്ദം. വേടൻ ഇങ്ങനെ പറയുമ്പോഴും ഇത് തന്നെയല്ലേ ഈ നാട്ടിലുണ്ടാവുന്നത്? സംഘപരിവാർ കൂട്ടങ്ങൾ വേടനെ ശക്തമായി ആക്രമിക്കുമ്പോൾ എല്ലാവരും എന്താ പറയാ, സംഘികൾ വലിയ രീതിയിൽ വേടനെ ആക്രമിക്കുന്നു എന്ന്. ഒരു തരത്തിൽ ഈ CPM ഹാൻഡിലുകളും അത് തന്നെയല്ലേ ചെയ്യുന്നത്? ഒരു തരത്തിൽ ഈ LDF സർക്കാരും അത് തന്നെയല്ലേ ചെയ്യുന്നത്? ഒരർത്ഥത്തിൽ പിണറായി വിജയനും സംഘപരിവാർ ചെയ്യുന്ന പണി തന്നെയല്ലേ ഇവിടെ ചെയ്യുന്നത്? ഞാൻ പുലയനല്ല പറയനല്ല, നീ രാജാവുമല്ല, ആണേൽ എനിക്കൊരു, അങ്ങനെ പാടിപ്പോകൂലേ വേടൻ? അതിങ്ങനെ പാടിപ്പോകുമ്പോൾ വേടന പാട്ടിന് പട്ടികജാതിക്കാരുടെ പാട്ടുമായി ഒരു ബന്ധമില്ല കേട്ടോ. പട്ടികജാതിക്കാർ ഇങ്ങനെയൊന്നും പറയുന്നവരല്ല കേട്ടോ. പിന്നോക്ക വിഭാഗക്കാർക്ക് വേറൊരു താളവും ഓളവും ഒക്കെയാണ് എന്ന് ഇങ്ങനെ ശശികല എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഹിന്ദു ഐക്യവേദിയുടെ സ്ത്രീ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ടീച്ചറൊന്നും ഒന്നും പറയാനൊന്നും നിൽക്കണ്ട. അപ്പോൾ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോടൊക്കെ നമുക്കൊരു ബാധ്യതയും ബഹുമാനവും ഒക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ പദമൊന്നും ചാർത്തി കൊടുക്കണ്ട. ശശികല എന്ന സ്ത്രീ ഇങ്ങനെ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. 4-3-7 പേരുള്ള ഒരു ടാർപ്പ് കെട്ടി നടത്തിയൊരു പ്രസംഗത്തിൽ അവരിങ്ങനെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വേടനെയും ബിന്ദുവിനെയും ഒക്കെ സംഘപരിവാർ കൂട്ടങ്ങൾ എങ്ങനെ ആക്രമിക്കുന്നോ അതുപോലെ തന്നെയാണ് ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ ശശിയുടെ പ്രവർത്തനവും വന്നിരിക്കുന്നത്, അതിന് മൗനസമ്മതം കൊടുത്ത പിണറായിയുടെ പ്രവർത്തനവും വന്നിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അയ്യങ്കാളിയുടെ പേരക്കുട്ടിയായി വേടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായി വേടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ, വേടൻ കഴിഞ്ഞ ദിവസം ഒരു വാക്കുകൂടി പറഞ്ഞു, പട്ടികജാതിക്ക് റാപ്പ് വേണ്ട, റാപ്പുമായി യാതൊരു റിലേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. വേടൻ ചോദിക്കുക, എന്താ കാര്യം? ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വത്തിന് ജനാധിപത്യവുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. ആഹാ, മനോഹരമായ വാക്കുകൾ. എന്നാലോചിച്ച് നോക്കൂ. കൊള്ളേണ്ടടുത്ത് കൊള്ളാൻ ചില ആളുകളൊക്കെ ഇങ്ങനെ ഒരുപാട് പറയണ്ട, 1-2 സാധനം ഇങ്ങനെ ഇട്ട് തന്നാൽ മതി, കിട്ടും. കിട്ടേണ്ടടുത്ത് മർമ്മത്ത് തന്നെ.
ഹിന്ദു തീവ്രവാദം പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടിക്ക് അതിന് ജനാധിപത്യ സംവിധാനത്തിന്റെ സൗകര്യങ്ങൾ നിങ്ങൾ ചാർത്തി കൊടുക്കണ്ട. പറഞ്ഞു വെക്കുന്നു റാപ്പർ വേടൻ.